ആരുടെ തൊട്ടപ്പുറത്താ കുറച്ചുകൂടെ പോയാൽ റണ്ണിംഗ് ബോർഡിൻ്റെ ബാക്കിലൊരു റെസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മൾ കണ്ടതാണത്. നമ്മുടെ ഈ ഒരു വണ്ടി ഇത് മേജർ പാച്ച് വർക്കാണ്. പാച്ച് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡോറും പുട്ടിയാണ് ഇതുണ്ട്. ഈ ഒരു വശങ്ങളൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ ഇതെല്ലാം പുട്ടിയിൽ അടച്ചു വെച്ചേക്കാണ്. ഞങ്ങൾ അതേപോലെ തന്നെ പുട്ടിയിൽ അടച്ചു വെച്ചൊരു ഭാഗം ഞങ്ങൾ തുറന്നു നോക്കി പോകണ്ട ഈ ഒരു അവസ്ഥയാണ് ഉള്ളിൽ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ വന്നു. ഇതൊരു മേജർ പാച്ച് വർക്ക് ഉണ്ടായിരുന്ന ഒരു വണ്ടി തന്നെയായിരുന്നു കേട്ടോ. നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഡോറുകളും മേജർ പാച്ചായിരുന്നു താഴ്വശങ്ങളിൽ. അത് ഓൾറെഡി മുന്നേ ചെയ്തവർ അതിന് പൊട്ടിയിട്ട് അടച്ചു വെച്ചാണ് രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 4 ഡോറിൻ്റെയും ഈ അടിവശം കാര്യങ്ങളൊക്കെ ശരിക്കും പാച്ചായിരുന്നു. അപ്പോൾ നമ്മളത് പീസൊക്കെ വെച്ചതിന് ശേഷം നമ്മളതിൽ ബെൻഡടിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നമ്മൾ പേസ്റ്റിങ് ബോഡി പേസ്റ്റിങ് അപ്ലൈ ചെയ്യും. അപ്പോൾ അത് ക്ലിയർ ആവും. അങ്ങനെ 4 ഡോറിനുണ്ട് കേട്ടോ. ഈ ഡോറിൻ്റെ അടിവശവും അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ അതെ ഈ ഒരു കോർണർ റണ്ണിംഗ് ബോർഡ് ഫുള്ളും കട്ടായ ദ്രവിച്ച നിലയിലായിരുന്നു. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളിത് അടിച്ച് ഇപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ബോഡിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിക്ക് മുമ്പ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ബാക്കിൽ ഈ ഒരു ഡിക്കി മൊത്തം
മൊത്തം പോയ ഒരു നിലയിലായിരുന്നു അടിവശത്ത് വെള്ളം കെട്ടി നിൽക്കണ കാരണമാണ് കേട്ടോ ഇങ്ങനെ റസ്റ്റ് ഇഷ്യൂസ് വരുന്നത്. ഇതേപോലെയുള്ള ഹോളുകളുണ്ടാവും, അത് അടഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇങ്ങനെ ഡീപ്പായിട്ടുള്ള റസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അത് നമ്മളിത് പ്രൈമർ ഇന്നറിലും ഔട്ടറിലും പ്രൈമർ അടിച്ച് ക്ലിയർ ചെയ്ത് പേസ്റ്റിങ് കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലും ചെറിയ വർക്കുകളുണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് പോസ്റ്റ് അടിക്കും. അപ്പോൾ അത് ക്ലിയർ ആവും. ആ ഒരു സൈഡിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡോറിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഡോറിൻ്റെ ഇതാണ് ഡോറിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഡോറിൻ്റെ ഇവിടെയും അല്ല, ഇവിടെ റെസ്റ്റായിരുന്നു, ഫുള്ള് ഹോൾസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സ്പോട്ട് ചെയ്ത് ഷീറ്റെല്ലാം അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കുറ്റി വരയ്ക്കില്ല നമ്മൾക്കൊരു ഷേപ്പാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതും ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡ് റണ്ണിങ് ബോർഡിൻ്റെ ഇവിടെയും ശരിക്കും മണ്ണ് കോട്ടൺ വേസ്റ്റ് കയറ്റി വെച്ച അവസ്ഥയിലായിരുന്നു ഇന്നറിൽ. അതൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം വേറെ പീസ് വെച്ച് ഇത് ചെയ്തു. അതിന് ശേഷം പ്രൈമറി അപ്പോസിറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഡോറിൻ്റെ അടിവശം ഇതും പേസ്റ്റിങ് ഇടണം. പേസ്റ്റിങ് ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബോഡി വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫുൾ പാച്ച് വർക്ക് ഏകദേശം ഒരു 5-8 ദിവസത്തെ പാച്ച് വർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ബോഡി വർക്ക് ഫ്രണ്ട് ടൈപ്പ് 4 കൺവേർഷൻ സെറ്റ് ചെയ്തു. ഈ ബോഡി വർക്കിലേക്ക് പോവാം. ബൈ ബോഡി ഫില്ലർ പ്രൈമറി ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ സെക്കൻഡറി ആപ്ലിക്കേഷൻ നടത്തും. പ്രൈമർ എന്നിട്ട് അവിടെ ഈ ബ്രഷ് കൊണ്ട് അടിച്ചുമാരി നിൽക്കുന്നത് പ്രൈമർ കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ്. എപ്പോക്സി, അതായത് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ വരച്ചതിന് ശേഷം മറ്റുള്ള കണ്ട വശങ്ങളിൽ റസ്റ്റ് ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു. സിൽവർ കളർ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് ടൈപ്പ് 4 കൺവേർഷൻ്റെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഫുൾ പെയിൻറ്റിങ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇൻറ്റീരിയറിൽ ഇതാണ്ടോ സിലിക്കോണിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ പൊടിത്തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പാച്ചും ഉണ്ടായിരുന്നു സൈഡ് വശങ്ങളിൽ. ആ സൈഡ് വശത്തൊക്കെ പാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് എപ്പോക്സി കോട്ടിങ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് പോളിഷിങ് കാര്യങ്ങളെല്ലാം നടത്തണം. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ടോപ്പും അതേപോലെ തന്നെ സീലിംഗ് ടോപ്പും ഒട്ടിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്.
2008 മോഡൽ ഇന്നോവ ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 4 കൺവേർഷൻ, ലെച്ചസ് പേൾ വെയിറ്റ് അടിച്ചു. അതേപോലെ തന്നെ ഫ്രണ്ട് നോർമൽ ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടെയിൽ ലാമ്പ്, പിന്നെ ഉള്ളിൽ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു വൈറ്റ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾക്കൊരു ടെൻഷനായിരുന്നു, വൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു അഴുക്കൊക്കെ എടുത്ത് കാണിക്കുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ലെച്ചസ് പേൾ വെയിറ്റിന് ഭയങ്കര മാച്ചായിട്ടുണ്ട് കേട്ടോ, വൈറ്റ് അടിച്ചത് തന്നെ. അപ്പോൾ അങ്ങനെ വർക്ക് ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2008 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. വണ്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ടിരിക്കും. 4 ഡോർ പാച്ചും ബാക്ക് ഡിക്കി പാച്ച്, ഡെൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു. ബാക്ക് ക്വാർട്ടർ പാനലും കറക്റ്റ് ഷേപ്പൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതെല്ലാം പ്രോപ്പർ ചെയ്തെടുത്ത് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ മെക്കാനിക്കൽ സെക്ഷനൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്തത്. പക്ഷേ മെക്കാനിക്കൽ സെക്ഷൻ ഏകദേശം ഒരു ടൈമും വന്നു കേട്ടോ. നമ്മൾക്ക് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നേരെ മെക്കാനിക്കൽ സെക്ഷനിൽ ഇട്ടപ്പോൾ അവർ ഏകദേശം ഒരു നല്ല ടൈം, ഒരു മാസത്തിൽ മേലെ ടൈം അവർക്ക് വന്നു. ക്രാങ്കിൻ്റെ ഓയിൽ സീൽ, അതേപോലെ സസ്പെൻഷൻ ഫുള്ളായിട്ട്, ക്ലച്ച്, അങ്ങനെ ഒരുപാട് പണി ഫുള്ളായിട്ടുള്ള മെക്കാനിക്കൽ ഏകദേശം ഒരു 39 രൂപ സംതിങ് മെക്കാനിക്കൽ വർക്ക് മാത്രമായിട്ട് ഒരു വണ്ടി ചെയ്തു. അതിനുശേഷമാണ് പിന്നെ നമ്മളിവിടെ എത്തി. പിന്നെ നമ്മളുടെ പെയിൻറ്റിങ് വർക്ക് സിൽവർ വണ്ടിയായിരുന്നു, ഒരു പഴയ സിൽവർ വണ്ടിയായിരുന്നു. അതിൽ നിന്ന് 4 ഡോർ പാച്ച് വർക്ക്, അതേപോലെ തന്നെ ഡിക്കി പാച്ച് വർക്ക്, ഫുൾ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം തീർത്ത് വണ്ടി ഫൈനൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, നോർമൽ ഹെഡ്ലൈറ്റ്, ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പാർക്ക് ലൈറ്റ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. മിറർ നമ്മുടെ ഓയിൽ ഫിനിഷിങ്ങിലുള്ള മിറർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യയിലെ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിത് ഈ ഒരു ടോപ്പിൽ പറഞ്ഞ ഈ ഒരു ഭാഗം നമ്മൾ മാറ്റ് ബ്ലാക്ക് അടിച്ചു. പക്ഷേ ഇതുമ്പോൾ ഈ മാറ്റ് ബ്ലാക്ക് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമ്മൾക്ക് ഇത് മുരച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള പരിപാടി നടക്കില്ല കേട്ടോ. അപ്പോൾ മുന്നുണ്ടായ ഫെവിക്വിക്കും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൂടെ ഉണ്ട്. പക്ഷേ എന്നാലത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇതൊരു ചെറിയ പിയാനോ ഫിനിഷിങ്ങിൽ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ സ്ലിങ്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മെറ്റീരിയൽ നമുക്ക് വൈറ്റ് കളർ കിട്ടിയില്ല. ഇത് സ്ലിങ്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ആ ഒരു വൈറ്റ് ഫിനിഷിങ്ങിലേക്ക് നമ്മളിതേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൊടാൻ തന്നെ പേടിയാവുന്നു, കാരണം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും എടുത്ത് കാണിക്കും കസ്റ്റമർ. പിന്നെ അങ്ങനത്തെ യൂസ് ആയതുകൊണ്ട്, ഫാമിലി അങ്ങനത്തെ യൂസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നമ്മൾ ഇവിടെ നിന്ന് പോകാനുള്ള ടെൻഷൻ മാത്രമല്ല, നമ്മൾ ഫുള്ളായിട്ട് തന്നെ വാഷിങ്ങിൽ പോയി ഇപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടത്തണ കാരണം അതിനെ തുറന്നിട്ട് ഇടാൻ പറ്റില്ല, വീഡിയോയ്ക്ക് വേണ്ടി തുറന്നിട്ടാണതാണ്. അപ്പോൾ അത് വൈറ്റ് അടിച്ച് ഫ്ലോർ മാറ്റ് നമ്മൾ നോർമൽ വിനൽ മാറ്റൊക്കെ അടിച്ച് ചെറിയ തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഫ്രണ്ട് തൈ സപ്പോർട്ട് കൊടുത്ത് സീറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ബാക്ക് സീറ്റ് അതേപോലെ തന്നെ, ബാക്ക് സീറ്റും ആ രീതിയിൽ തന്നെ ഓൾറെഡി ആൾക്ക് ഇവിടെ വരുന്ന ആം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്കതും ഫിറ്റ് ചെയ്യാനും സാധിക്കില്ല. ഇതുമ്പോൾ ആ ഒരു ആം സപ്പോർട്ട് വരാത്ത ടൈപ്പാണ് സീറ്റ്, കാരണം ഇത് ബേസ് ഓപ്ഷൻ ടൈപ്പിൻ്റെ സീറ്റാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കി ഇത് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് ചെയ്താണ്. നൂല് നൈലോൺ സ്റ്റിച്ചിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ലിങ്ക് മെറ്റീരിയൽ വൈറ്റ് കേട്ടോ. ബാക്ക് നോർമൽ ടൈപ്പിലാണ് അടിച്ചിരിക്കുന്നത്. തൈ സപ്പോർട്ട് നമുക്ക് ബാക്കിൽ കൊടുക്കാൻ സാധിക്കില്ല, കാരണം മടക്കിയിട്ട് പൊക്കാനായിട്ട് സാധിക്കില്ല. അത് കാരണം ബാക്കിലോട്ടുള്ള നമ്മുടെ ഡോർ പാഡുമൊക്കെ ഇതൊരു പിയാനോ ഫിനിഷിങ്ങും അതേപോലെ തന്നെ ഇവിടെയും ഒരു ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ റൂഫ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. റൂഫ് ആകെ മോശം കണ്ടീഷനായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒട്ടിക്കേ ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 6500 രൂപ എടുത്ത് ചിലവ് വരും നമ്മൾ ഈ റൂഫ് ആ ഒരു ക്ലോത്ത് ഒട്ടിക്കാനായിട്ട്. റൂഫിൻ്റെ പുതിയ റേറ്റ് ഏകദേശം സംതിങ് 12 രൂപ സംതിങ് വരുന്നുണ്ട്. പക്ഷേ കസ്റ്റമർ അത് ഒട്ടിച്ചോളാൻ നമുക്ക് പെർമിഷൻ തന്നാലും നമ്മളത് ഒട്ടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്വിച്ച് ഡാമേജ് ഉണ്ട്, അത് റീപ്ലേസ് ചെയ്ത വണ്ടി ഇന്ത്യയിലും ഫുള്ളായിട്ട് തന്നെ നീറ്റായിട്ടുണ്ട് കേട്ടോ. ബാക്കിലേക്ക് വരാണെങ്കിൽ എനിക്ക് കസ്റ്റമറുടെ ആ ഒരു ചോയ്സ് എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ സാധാരണ വൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് അടിക്കാറ്. അപ്പോൾ ആൾ പേൾ വൈറ്റ് ആയതുകൊണ്ടതായിരിക്കണം വൈറ്റ് അടിച്ചു. ആൾ പറഞ്ഞു സെൻറ്റർ സിൽവർ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, സിൽവർ അടിച്ച് ഇത് വന്നപ്പോൾ. പക്ഷേ ഈ ഒരു സ്കർട്ട് നമ്മൾ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന സ്കർട്ടല്ല, കാരണം ഇത് ഫൈബറാണ്, ഓൾറെഡി ഫൈബറാണ്. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന രീതി അയച്ചെടുക്കാവുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 നെറ്റ് ബോൾട്ടും അവിടെ 2 നെറ്റ് ബോൾട്ടും കൊടുത്ത് അയച്ചെടുക്കാവുന്ന രീതിയിലാണ്. കാരണം ഫൈബർ ആയതുകൊണ്ട് തന്നെ ചെറിയ സൈക്കിൾ എന്തെങ്കിലും തട്ടുമ്പോൾ തന്നെ ഡാമേജ് വരുന്നുണ്ട് ഇതിന്. പക്ഷേ ഈ വണ്ടിക്ക് ഫിറ്റ് ചെയ്ത് തന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഓറിജിനൽ നമ്മൾക്ക് കിട്ടാനില്ലാത്ത കാരണമാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പോയി തന്നെ ഫിറ്റ് ചെയ്യുള്ളൂ. ഈ യൂക്രോമ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വൈപ്പർ നോർമൽ, സ്പോയിലർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 4 എന്ന് പറഞ്ഞ സ്പോയിലർ. ബാക്ക് LED ടൈലൈറ്റ്, അടിയിലൊരു LED റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളും ബാക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2008 മോഡൽ വണ്ടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹാൻഡിൽ ക്രോം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്റ്റയുടെ ബീഡിങ് സൈഡ് വശത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഓയിൽ ഫിനിഷിലുള്ള മിറർ, ഫെൻഡർമ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ അടിച്ചിരിക്കുന്നത് ലെക്സസ് പേൾ വൈറ്റ് ആണ്. ലെക്സസ് പേൾ വൈറ്റിൻ്റെ ഗുണം ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും കേട്ടോ ആ ഒരു ഗ്ലേസിങ് കാര്യങ്ങളും സിറാലിക്കിൻ്റെ ഒക്കെ ഒരു ഔട്ട്പുട്ട് എന്തായാലും നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ആ രീതിയിൽ എനിക്കിവിടെ കാണുന്നുണ്ട്, ക്യാമറ ക്ലാരിറ്റി ഉള്ളതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കിട്ടും. ഇത് നോർമൽ പേൾ വൈറ്റ് അടിച്ചിട്ട് യെല്ലോ ഷെയ്ഡ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇത്രയ്ക്ക് സിറാലിക്ക് ഉണ്ടാവില്ല. ടൊയോട്ട ലെക്സസിൻ്റെ കളർ ശരിക്കും ഇതിൽ കിട്ടേണ്ടത്. പക്ഷേ ആ ലെക്സസ് വാഹനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബോക്സ് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു കർവ് കട്ടിങ് ആണ്. ഇന്നോവയ്ക്ക് പറഞ്ഞ ഒരു കർവ് കട്ടിങ്. പക്ഷെ എന്നാലും നമ്മൾ ആ കട്ടിങ്ങിൽ എന്തായാലും ഇത് ഷാർപ്പ് ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇത് ഏകദേശം നമ്മൾ നോർമൽ പേൾ വൈറ്റിനേക്കാളും 2000 രൂപ കൂടുതൽ. അതായത് നമ്മൾ പേൾ വൈറ്റ് അടിക്കുമ്പോൾ ഏകദേശം 5000 രൂപ നമ്മൾക്ക് കൂടുതൽ ചാർജായിട്ട് വരാറുണ്ട്. അപ്പോൾ പ്ലസ് 2000, അപ്പോൾ 7000 രൂപയാണ് ഇതിന് അഡീഷണൽ ചാർജായിട്ട് പെയിൻറ്റിന് മാത്രം വരുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ ഗ്രില്ല് ബോഡിക്ക് യോജിച്ച് കളർ അടിച്ചും പിന്നെ അതേപോലെ തന്നെ ക്രോം ഫിനിഷിങ്ങിലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ അത് നമ്മൾ മുന്നേ 2 വണ്ടിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു ചോയ്സ് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ പേളും അതേപോലെ തന്നെ ക്രോം ഫിനിഷിങ് വന്നപ്പോൾ തന്നെ അടിപൊളി. ഇവിടെ പാർക്ക് ലൈറ്റ് LED വന്നപ്പോഴും അതിനൊരു കണ്ടിന്യൂറ്റി എന്തായാലും നമ്മൾക്ക് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.